10 വർഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റനല്ലാതെ വെറുമൊരു ബാറ്ററായി മാത്രം രോഹിത് ശർമ്മ കളിക്കുന്ന IPL ആണ് ഇത്തവണ നടക്കാനിരിക്കുന്നത്. ആരാധകരെയും ടീമംഗങ്ങളെയുമെല്ലാം ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ നായകസ്ഥാനത്ത് നിന്നും രോഹിത്തിനെ നീക്കിയത്. പകരം തങ്ങളുടെ മുൻ താരം കൂടിയായ ഹർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി മുംബൈ നൽകുകയായിരുന്നു. ഈ തീരുമാനം രോഹിത്തിനെ മാനസികമായി വല്ലാതെ ഉലച്ചിട്ടുണ്ടെന്ന് പുറത്തുവരുന്ന വിവരം. സീസൺ കഴിഞ്ഞാൽ മെഗാ താരലയം നടക്കാനിരിക്കുന്നതിനാൽ രോഹിത് മുംബൈ വിടുമെന്ന് മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാവും 2025 കളിക്കുക എന്നുമുള്ള അഭിമുഖങ്ങൾ ശക്തമാണ്. പക്ഷേ ഹിറ്റ്മാൻ മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് ഇനി മാറാനുള്ള സാധ്യതയില്ല. മാത്രമല്ല വരാനിരിക്കുന്ന സീസണോടെ വിരമിക്കലും പ്രഖ്യാപിച്ചേക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം മുംബൈ ടീം മാനേജ്മെൻറ്റ് തന്നോട് കാണിച്ചിരിക്കുന്ന അവിശ്വാസം തന്നെയായിരിക്കും. കഴിഞ്ഞ 3 IPL സീസണുകളിലും മുംബൈയെ സംബന്ധിച്ച് അത്ര മികച്ചതായിരുന്നില്ല. ഇതുതന്നെയാവും ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക്കിനെ തിരികെ വാങ്ങാനും നായകസ്ഥാനം ഏൽപ്പിക്കാനും മുംബൈ മാനേജ്മെൻറ്റ് പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. 2022 GTA ചാമ്പ്യന്മാരാക്കുകയും 2023 റണ്ണറപ്പ് ആക്കുകയും ചെയ്തിട്ടുള്ള നായകനാണ് ഹാർദിക്. പക്ഷേ 5 IPL ട്രോഫി ടീമിനെ സമ്മാനിച്ച രോഹിത്തിനെ മുംബൈ മാനേജ്മെൻറ്റ് അവിശ്വസിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നായകസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് സ്വയം ഒഴിയാനുള്ള അവസരം അവർ നൽകേണ്ടതായിരുന്നു. പകരം പുറത്താക്കുക എന്നത് രോഹിത്തിനെ അപമാനിച്ചതിന് സമാനമാണ്. ഈ ഒരു ഷോക്ക് അദ്ദേഹത്തെ കളിക്കളത്തിൽ തുടരാൻ പ്രേരിപ്പിക്കില്ലെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ സീസണിന് ശേഷം കളി നിർത്താനും രോഹിത് ആലോചിച്ചേക്കും. രണ്ടാമത്തെ കാരണം കഴിഞ്ഞ കുറച്ച് IPL സീസണുകളിൽ രോഹിത്തിൻ്റെ ബാറ്റിങ്ങിൽ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ്. കഴിഞ്ഞ 2 സീസണുകളിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരിക്കും താഴെ പോയിരുന്നു. ഇക്കാരണത്താൽ തന്നെ പലപ്പോഴും ടീമിന് ബാധ്യതയായി പോലും രോഹിത് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അവസാനം കളിച്ചിട്ടുള്ള 30 മത്സരങ്ങളെടുത്താൽ അദ്ദേഹം നേടിയിരിക്കുന്നത് വെറും 600 റൺസ് മാത്രമാണ്. ശരാശരി 20-നടുത്തും സ്ട്രൈക്ക് റേറ്റ് 125-നടുത്തുമാണ്. ഈ പ്രകടനം രോഹിത്തിനെ ഇനിയും ഒരു സീസണിൽ കൂടി കളിക്കളത്തിൽ തുടരാൻ പ്രേരിപ്പിച്ചേക്കില്ല. മൂന്നാമത്തെ കാരണം ജോലി ഭാരം കുറയ്ക്കുക എന്നതായിരിക്കും. നിലവിൽ 3 ഫോർമാറ്റുകളിലും അദ്ദേഹം ദേശീയ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായും മാനസികമായും ശാരീരികമായും ഏറെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല IPLൻ്റെ അടുത്ത മാസം രോഹിത്തിന് 37 വയസ്സിലേക്ക് കടക്കുകയും ചെയ്യും. പ്രായവും ജോലിഭാരവുമെല്ലാം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെ IPL മതിയാക്കി 1-2 വർഷം കൂടി അന്താരാഷ്ട്ര കരിയർ നീട്ടിക്കൊണ്ടു പോകാനായിരിക്കും രോഹിത് ആഗ്രഹിച്ചേക്കുക.